ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവ സ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റേഴ്സ്? നമുക്കൊരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ എടുത്താൽ എ പ്ലസ് ബി എന്നാണെങ്കിൽ ഈ എയും ബിയും എന്താണ്? ഓപ്പറൻസ് ആണ്. ഓപ്പറൻസ്. ഈ പ്ലസ് എന്ന് പറയുന്ന ഈ സിമ്പൽ എന്താണ്? ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കമ്പാരിസൺ ഓർ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് അറിയുന്നത് തന്നെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, അതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് എന്ത്? ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് യൂസ് ചെയ്യുന്നു, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് മൈനസ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റാർ, ഡിവിഷന് വേണ്ടിയിട്ട് എന്ത്? ഇതാ ഈ ഒരു സ്ലാഷ് ആണ് കൊടുക്കുന്നത്. മോഡുലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് അതിന് നമ്മളിപ്പോൾ ഈ ഒരു പെർസെൻറ്റേജിന്റെ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻക്രിമെന്റ്, പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക, മൈനസ് 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 ആണെങ്കിൽ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു, ഡബിൾ ഇങ്ങനെ ഈസ് ഈക്വൽ ടു. അപ്പോൾ രണ്ട് വാല്യൂസ് തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഐഡന്റിക്കൽ എന്നുള്ളതാണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഈക്വൽ ആൻഡ് സെയിം ടൈപ്പ്, അതായത് ഒരേ ടൈപ്പുള്ള വാല്യൂ അതാണോ, അത് കൂടാതെ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പിൾ ഈക്വൽ കൊടുക്കുന്നത്. അടുത്തത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് അത് പരസ്പരം ഈക്വൽ ആണോ അല്ലേ എന്ന് നോക്കുകയാണ്. അപ്പൊ ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അത് അവിടെ ഫോൾസ് ആയിരിക്കും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ. ഈക്വൽ അല്ലെങ്കിലാണ് അവിടെ ട്രൂ വരിക. അടുത്തത് നോട്ട് ഐഡന്റിക്കൽ. അപ്പൊ ഇത് നേരത്തെ പോലെ തന്നെ എന്തായിരിക്കും? ഈക്വൽ ആൻഡ് സെയിം ടൈപ്പ് ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും, പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും. അടുത്തത് ഗ്രേറ്റർ ദാൻ. നമുക്ക് ചെക്ക് ചെയ്യാണ് ഏത് സംഖ്യയാണ് വലുത്. ഇപ്പൊ 20 ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 20 ഗ്രേറ്റർ ദാൻ 10 ആണോ? ആണെങ്കിൽ അത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അഥവാ 20 ലെസ് ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കണ്ടീഷൻ ഫോൾസ് ആണ്. അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് 20 20ന്റെ മേലുള്ളതാണോ നോക്കാണ്. അതായത് ഈക്വൽ ടു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. പിന്നെ അതുപോലുള്ളതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ പഠിക്കാനുള്ളത്. അടുത്തതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അതിൽ ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, ബിറ്റ് വൈസ് ഓർ ഉണ്ട്, ബിറ്റ് വൈസ് എക്സോർ, ബിറ്റ് വൈസ് നോട്ട്, ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്, ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ്, അതുപോലെ ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് വിത്ത് സീറോ. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അപ്പോൾ ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആൻഡിൽ എത്ര കണ്ടീഷൻസ് ഉണ്ടോ ആ കണ്ടീഷൻ ഒക്കെ ട്രൂ ആയാൽ മാത്രമാണ് ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആകുള്ളൂ. സപ്പോസ് രണ്ട് ട്രൂ, ഒന്ന് ട്രൂ ഒന്ന് ഫോൾസ്, ഒന്ന് ഫോൾസ് ഒന്ന് ട്രൂ, ഒന്ന് ഫോൾസ് ഒന്ന് ഫോൾസ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തേത് രണ്ടും ട്രൂ അല്ലേ? അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ഇത് ട്രൂ ആവുള്ളൂ. അതുപോലെ ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ ഇതിന്റെ ആൻസർ മൊത്തത്തിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇതാണ് ആൻഡിന്റെ കേസിൽ പറയാനുള്ളത്. അതുപോലെ അടുത്തതാണ് ഓർ. ഓർ ആവുമ്പോൾ ഏതെങ്കിലും ഒരു ട്രൂ വന്നാൽ മതി, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ ഇത് കണ്ടില്ലേ? ഇവിടെ ട്രൂ, ഇവിടെ ഒന്ന് മാത്രം ട്രൂ വന്നു, അതുകൊണ്ട് ഇത് ട്രൂ ആയിരിക്കും. രണ്ടും ട്രൂ എന്ന് എന്തായാലും ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സോറി, ഇവിടെ ഫാൾസ് ആയിരിക്കും. രണ്ട് ഫാൾസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് നോട്ടാണ്. നോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അഥവാ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 10 ഈക്വൽ ടു 20 ആണോ? അല്ല, ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ ഫോൾസ് ആണ്. പിന്നെ നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ആൻഡിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആണ്. അടുത്തത് ഓർ ആണ്. ഓർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ അത് ട്രൂ ആയിരിക്കും. അപ്പൊ ഇവിടെ 10 ഈക്വൽ ടു 20, ഇതെന്താണ്? കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലേ? അതുപോലെ 20 ഈക്വൽ ടു 30, അപ്പൊ ഇതും ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ മൊത്തത്തിൽ ഫോൾസ് ആയിരിക്കും. അപ്പം നോട്ട് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണോ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. അപ്പോൾ 10 ഈക്വൽ ടു 20 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. എ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വേറെ ഒന്നുണ്ട്, പ്ലസ് ഈക്വൽ ടു. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 ഉണ്ട്.
അപ്പോൾ എ പ്ലസ് ഈക്വൽ ടു ബി എന്നാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഈക്വൽ ടു എ പ്ലസ് ബി. ഇതിനെ ഷോർട്ട് ആക്കി എഴുതിയതാണ് ഇത്. എ ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണ് വരിക? എയിലുള്ള വാല്യൂ 10, ബിയിലുള്ള വാല്യൂ 20. 10 പ്ലസ് 20 എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ ഇത്ര മാത്രം ഓർത്ത് വെക്കുക. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു, അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? എയും ബിയും ആണ് വേരിയബിൾ എന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ അല്ലേ? അതുപോലെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ഓപ്പറേറ്റർ. കണ്ടീഷൻ ഓപ്പറേറ്റർ റിട്ടേൺസ് വാല്യൂ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. അതായത് ഈ ഒരു ഇതിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, എ 10 ഈക്വൽ ടു 20 ആണെന്നുണ്ടെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ മാർക്കിൽ കൊടുക്കുക. അപ്പൊ ഈ ഒരു കേസിൽ 10 ഈക്വൽ ടു 20 എന്ന് ചെക്ക് ചെയ്യും. അത് ആണ് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാണ് ആദ്യം. അപ്പൊ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്, ഈ ഒരു ഭാഗത്തെ ഇതെന്താണോ അതാണ് പ്രിന്റ് ചെയ്യുക. അഥവാ ഇത് ഫോൾസ് ആണെങ്കിൽ നേരെ ഇതായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. അപ്പൊ ഇതാണ് ഓപ്പറേറ്റർ, ഈ സ്പെഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഡാറ്റ ടൈപ്പ് ആണ്. ഡാറ്റ ടൈപ്പ് എന്ന് നമുക്കറിയാം, നമ്മൾ ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് ഡാറ്റ ടൈപ്പ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബിൽട്ടിൻ ആയിട്ടുള്ള ഓൾറെഡി അതിൽ റിസർവ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ്, ടൈപ്സ്, ഡാറ്റ, കുറച്ച് വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഇവിടെ 2 ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആണുള്ളത്. പ്രിമിറ്റീവ് ഉണ്ട്, അതുപോലെ നോൺ പ്രിമിറ്റീവ് ഉണ്ട്. പ്രിമിറ്റീവ് വരുന്നതാണ് സ്ട്രിങ്, നമ്പർ, ബൂളിയന്, അൺഡിഫൈൻഡ്, നള്ള്. അപ്പോൾ സ്ട്രിങ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാരക്ടേഴ്സ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കണം. അതുപോലെ നമ്പർ ന്യൂമറിക് വാല്യൂസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര 1 2 3 എത്ര വേണമെങ്കിലും പറ്റും. ബൂളിയൻ ആകുമ്പോൾ ട്രൂ ഓർ ഫോൾസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അൺഡിഫൈൻഡ് വാല്യൂനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നള്ളാകുമ്പോൾ എന്താണ്? വാല്യൂ ഒന്നുമില്ല, നോ വാല്യൂ അറ്റ് ഓൾ. അതിനാണ് നള്ള് എന്ന് പറയുന്നത്. അടുത്തത് നോൺ പ്രിമിറ്റീവ് അല്ലെങ്കിൽ റെഫറൻസ് ഡാറ്റ ടൈപ്പ്. ഒബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ അരേ, റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക്